ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിലുള്ള ശ്രമങ്ങൾ തുടരുന്നു. കേന്ദ്ര സഹായം തേടിയതിന് പിന്നാലെയും കാന്തപുരം ഇടപെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുവെന്നാണ് വിവരം. എന്നാൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ. ചർച്ചകൾക്കൊടുവിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി മാറ്റിയത്. എന്നാൽ മോചന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അതേസമയം കാന്തപുരം വഴി യമനി സൂഫി പണ്ഡിതർ ചർച്ച നടത്തുന്നവരോട് തങ്ങൾക്ക് ബന്ധമില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് അൽ മഹദി പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം തുടർ ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയെ ആവശ്യമുണ്ടെന്ന് അറിയിച്ച കാന്തപുരം കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മലയാള മാധ്യമ വാർത്തകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഫത്താഹ് തന്റെ ഫേസ്ബുക്കിൽ നിലപാട് ആവർത്തിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിന് യോജിച്ച ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് കാന്തപുരം കേന്ദ്രത്തിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുടുംബം മാത്രമായി ശ്രമങ്ങൾ തുടരണമെന്ന നിലപാടെടുക്കണമെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതിപ്പോ വന്ന വാർത്തയാണ് കേട്ടോ. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തലാലിന്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന ഈ മഹദി അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉമർ ഹഫീദ് ചർച്ച നടത്തുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബക്കാര് അവരോട് നമുക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് തന്നെ എന്തോ രണ്ട് തട്ടിലാണെന്നാണ് ഇപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാവുന്നത്. ആ വൈരാഗ്യം തീർക്കുകയാണ് ഈ ഫത്താഹ് മഹദി എന്ന് പറഞ്ഞ ആള്. അപ്പോ അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കേന്ദ്രത്തോട് സഹായം തേടി എന്ന് പറഞ്ഞിട്ട് കാട്ടുവളപ്പിൽ മൊയന്തൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിനി. മിഞ്ഞാന്ന് തിരൂരിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറോളം ആ വിഷയമാണ് 3 പറഞ്ഞത്. അപ്പോ ആ സഹായം തേടിയത് എന്തിനാണ്? ഇവിടുന്ന് ഈ ഒരു ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം കോടതിയിൽ സമർപ്പിച്ച 6 അംഗ സംഘം പോവണം. ആ പോവണമെങ്കിൽ ആ കൂട്ടത്തിൽ 2 കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വേണം. അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, എല്ലാത്തിനും അനുമതി കിട്ടണം. ഈ വിവരങ്ങൾ വെച്ചിട്ടാ കാന്തപുരം ഉസ്താദ് അവരോട് കേന്ദ്രത്തോട് സഹായം തേടിയത്. അതിന് കേന്ദ്രം തന്നെ കനിയണം, എന്നാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഈ 2 വിഷയങ്ങൾ ഈ വാർത്തയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ വിട്ട വാർത്തയാണ്. കാട്ടുവളത്തിൽ പറഞ്ഞത് ഇപ്പൊ കിട്ടിയ വാർത്ത. എല്ലാ വീമ്പും തകർന്നടിയാണ്. കഥ കഴിഞ്ഞു പറഞ്ഞില്ലേ. അത് ഈ പോസ്റ്ററാണ് കണ്ടപ്പോഴേ, ഏത് പോസ്റ്റർ? കാന്തപുരം കേന്ദ്രത്തോട് സഹായം തേടി എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടില്ല കാക്കേ എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ നമുക്ക് വിളിച്ചില്ലേനോ ജബിസ്ഥാനെ പറ്റി പറഞ്ഞില്ലേ. അതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടല് അവസാനിച്ചിട്ടില്ല. അവിടെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എവിടെയെങ്കിലും ഒന്ന് എത്തുകയാലും. അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളേ, ഇത് പോയിക്കും തിരിയും. ഔഷാദിന്റെ ടീമിനൊക്കെ ഇപ്പോൾ തിരിയും. കാരണം പോലിപ്പോൾ ഈ സമയത്ത് യൂട്യൂബും ഗൂഗിളും മൊത്തം സെർച്ച് ചെയ്ത് കാണാത്ത പ്രസംഗം, കാണാത്ത ചർച്ചയും, കാണാത്ത വിവരങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ചെക്ക് ചെയ്ത് ഇത് കേട്ടുണ്ടാക്കിയ ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. എന്താക്കുക, ഓൽക്കും നല്ലോണം അറിയാം. ഓൽക്കും നല്ല എല്ലാവർക്കും അത്യാവശ്യം തലയിൽ തലച്ചോറിൽ എല്ലാവർക്കും തിരിയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് വീണ്ടും അത് പൊട്ടനായി അഭിനയിച്ച് ഇതിൻ്റെ പിന്നിൽ കൂടാൻ കാരണം അതിൻ്റെ മാറ്റർ വേണമല്ലോ പ്രസംഗിക്കാൻ. ഇപ്പം പഴയ പേരോടുസ്ഥാനും പൊന്മുടസ്ഥാനിൻ്റെയും തൗഹീദ് മറ്റും പറഞ്ഞിട്ട് ആരും കേൾക്കാണ്ടാവില്ല. അതൊക്കെ എല്ലാവരും കേട്ട് മടുത്ത്. ഇനിയിപ്പോൾ പുതിയ നിമിഷപ്രിയൻ്റെ ഒക്കെ പറയുമ്പോൾ എന്താവും, മൊത്തം പോയിക്കത് പറയാനുള്ളത് എന്താണെന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കേൾക്കും ചോദിച്ചും കുറേ ആളുകൾ കണ്ടതായിട്ട് അത് കാണിക്കും. പോയിക്ക് കുറേ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടും. അതൊക്കെ തന്നെയാണ് എന്താണ് ഇതിന് ലക്ഷ്യം. പിന്നെ ചാനലിനകത്ത് തുറന്നു നോക്കിയാൽ ഞാൻ ഇപ്പം ഇന്നലെ 2-3 യൂട്യൂബിൽ കുറച്ച് അഡ്വക്കറ്റുമാർ സംസാരങ്ങളൊക്കെ കേട്ട്. അതിലൊക്കെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയുക തന്നെ. എന്നാലും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു അഡ്വക്കറ്റ് പെണ്ണ ഓളായിട്ടുള്ളൊരു ചാനൽ ചർച്ച ഉണ്ട്. ആ ചർച്ച ഓള് വ്യക്തമായി അടിവരട്ട് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാന്തപുരത്തെ ഒഴിവാക്കി ചെയ്താലെന്താവും, ആ കുട്ടീൻ്റെ തല പോവും. ആ നിമിഷപ്രിയൻ്റെ എന്താവും, തല പോവും. അതുകൊണ്ട് അപ്പം തല പോയി കഴിഞ്ഞാൽ എന്താവും, അത് കേന്ദ്രത്തിന് എതിരെ ഭയങ്കര പ്രക്ഷോഭത്തിന് ഒരു കാരണമായി മാറും എല്ലാ വിഭാഗം ആളുകളും. മുസ്ലിങ്ങളെന്താവില്ല കൂടുതൽ അതിൻ്റെ വേക്ക് കൂടുതൽ. കാരണം കാന്തപുരത്ത് തള്ളിയോണ്ടാണല്ലോ പ്രശ്നം വന്നത്. പിന്നെ ഇത് കേന്ദ്രം മാത്രം പരിശ്രമിച്ചാലും പോരാ, കേന്ദ്രത്തെ സഹായം വേണം, കേരളത്തിൻ്റെ സഹായം വേണം. കാരണം കേരളത്തിൻ്റെ പെൺകുട്ടിയല്ലേ, കൊച്ചല്ലേ ഇതെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. കേരളത്തിൻ്റെ കൊച്ചാണല്ലോ, കേരളവും എന്താക്കണം, ഇതിന് സഹായം നൽകണം. പക്ഷേ കേന്ദ്രവും കേരളവും മാത്രം വിചാരിച്ചാൽ ഒരു നടക്കട്ടെ, മറ്റ് അവരായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളുമായിട്ട് ഓല് ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തിയാൽ, സർക്കാർ തലത്തിൽ ചർച്ച നടത്തിയാൽ ആ ചർച്ച ഒരിക്കലും മുന്നോട്ട് പോലും അംഗീകരിക്കില്ല. കാരണം അവർ ഹൂത്തി ഭരണമാണ്, അവർക്കൊരു പ്രത്യേക ഒരു ഭരണ സംവിധാനം ഇല്ല. അവിടെ സ്റ്റേറ്റിൽ പ്രത്യേക ഒരു ഭരണമാണ്. ആ ഭരണം അവർ നടത്തും. വേറെ ആരും പറഞ്ഞോട് കേൾക്കൂല. അതുകൊണ്ട് ഒരു രാജ്യം മറ്റു രാജ്യത്തോടും എന്താവില്ല, അവരോട് പറഞ്ഞിട്ട് സർക്കാർ നിൽക്കുന്നുണ്ടാവില്ല, അവർ അംഗീകരിക്കൂല. അപ്പോൾ അത് ഏറ്റവും ഉചിതമായ മാർഗം തന്നെയാണ് ഇപ്പം കാന്തപുരം കാണിക്കുന്ന ഈ അഭിപ്രായമാണ്. അവിടുത്തെ ആളുകളെ സൂഫികളായ പണ്ഡിതന്മാരെ പിടിച്ചിട്ട് എന്താക്കുക, അവരെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് മാപ്പ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, ഒപ്പുള്ളൂ. അല്ലാതെ ആരെന്ത് സംസാരിച്ചാലും നടക്കൂല. അപ്പോൾ കാന്തപുരത്തെ തള്ളിയാട്ട് ഒരു ചർച്ചയും അവർ വിജയിക്കൂല എന്നാണ് അഡ്വക്കേറ്റായ അന്യമതക്കാരായ ആ പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് അഡ്വക്കേറ്റുമാർ യൂട്യൂബ് ചർച്ച ചെയ്ത് അങ്ങനെ കിട്ടും. അവരൊക്കെ പറഞ്ഞതാണ് കാന്തപുരത്ത് ഒഴിവാക്കിക്കൊണ്ട് എന്താവില്ല, ചർച്ചകൾ മുന്നോട്ട് പോകില്ല, വിജയിക്കൂല.
നിമിഷപ്രിയക്ക് വധശിക്ഷ നടപ്പാകലുണ്ടാകുക. നടപ്പാക്കി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനൊക്കെതിരെ ഒരുപാട് ആളുകൾ പ്രക്ഷോഭവും എതിരായിട്ട് വരും എന്നാണ്. ഇതൊക്കെ ഇപ്പം വരും കേട്ടിട്ടുണ്ടാവും. അവസാന ടീമൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ട് എന്താണ് ഇതിനെ കൊഞ്ഞനം കുത്തിനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റർ വേണ്ടേ, അതാണ്, വേറൊരു കാരണമില്ല. അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഫലം ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദ് ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് യമനിലെ കോടതിയുടെ വധശിക്ഷ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത കാന്തപുരം ഉസ്താദിന് ആദ്യം ലഭിക്കുന്നത്? അതിന്റെ കോപ്പി എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിന് മാത്രം ലഭിക്കുന്നത്? ബന്ധപ്പെട്ടവർ അവരൊക്കെ ആണെങ്കിൽ വധശിക്ഷ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം, അതിന്റെ രേഖ അത് ലഭിക്കേണ്ടത് അവർക്കല്ലേ? അവരാരും ഇന്നേ വരെ അതൊന്നും പുറത്തുവിട്ടിട്ടില്ല. കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട സ്രോതസ്സിൽ നിന്ന് പുറത്തു വന്നതല്ലാത്ത ഒരു തെളിവുമില്ല. ഇതെങ്ങനെയാ കാന്തപുരം ഉസ്താദിന് മാത്രം ലഭിക്കുന്നത്? ഉസ്താദിന് ഇതുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെയാ കാന്തപുരം ഉസ്താദിന് മാത്രം ആദ്യം ഈ അറിയിപ്പ് കിട്ടുന്നത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താൻ ഉലമ എ.പി. ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എ.പി. ഉസ്താദ് സ്വീകരിച്ച നിലപാടെന്താ? പണ്ഡിതനല്ലേ, പ്രസിദ്ധിയുള്ളവരല്ലേ, പ്രശസ്തരല്ലേ, ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരുവര്യരല്ലേ? എന്നിട്ടും എ.പി. ഉസ്താദ് സ്വീകരിച്ച നിലപാടെന്താ? അവിടുന്ന് പോയി മടവൂർ ശൈഖുനയുടെ ഹദ്റത്തിൽ ശൈഖുനയുമായി ആ ബന്ധം സ്ഥാപിച്ചു. ശൈഖുനയുടെ നിർദ്ദേശപ്രകാരം മടവൂരി ശൈഖുന എന്ന് പറയുന്നു, അതിനനുസരിച്ച് പ്രവർത്തിച്ചു എ.പി. ഉസ്താദ്.